ഒരു ദിവസം കേറാറില്ലല്ലോ, എന്ത് പറ്റിയാണ്? എന്തോ മറ്റേ അവന് കേറാൻ പറ്റാത്ത. ആർക്ക് സഹത് വരാത്തതാ? ഓ എന്താ എന്തോ മീറ്റിംഗ് അറിയത്തില്ല. ഓക്കെ വരാന്നാണ് എനിക്ക് മെസ്സേജ് കിട്ടുന്നത്. എന്താണോ എന്ന് പറഞ്ഞത്. ഓക്കെ, എനിവേ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പം ഇതെടുക്കാം, വെക്റ്റർ കാൽക്കുലസ് എടുക്കാം. സോ ഇതാണ് നമ്മൾ അന്ന് പഠിച്ച ഗ്രീൻസ് തിയറം. കാണാൻ പറ്റുന്നുണ്ടോ? ഓ സാർ കാണാം. ഓക്കെ, ഗ്രീൻസ് തിയറം എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് യു ഡി എക്സ് പ്ലസ് വി ഡി വൈ. അപ്പോൾ നമുക്ക് ക്വസ്റ്റിൽ തന്നെ അപ്പോൾ ഇത് ഈ ഫോമിൽ നമ്മൾ കാണാൻ പഠിക്കുന്നത്. ഇതിനാണ് ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ. ഇന്റഗ്രൽ ഓഫ് സി എന്ന് പറഞ്ഞാൽ ലൈൻ ഇന്റഗ്രലാണ്. ഇന്റഗ്രൽ ഓഫ് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ സർഫസ് ഇന്റഗ്രലാണ്. അപ്പോൾ ലൈനിൽ ഇപ്പം ഒരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 4 സ്ക്വയറും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു സർഫസ് ഏരിയ സ്ക്വയർ ഉണ്ടല്ലോ, ആ സർഫസ് ഏരിയ ഈ 4ൻ്റെയും ലൈൻ ഇന്റഗ്രലും കൂടി കൂട്ടുമ്പോൾ രണ്ടും കൂടി ഈക്വൽ ആവുമെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 4 ലൈൻ ഉണ്ടല്ലോ, ഈ 4 ലൈനിൻ്റെയും ലൈൻ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു ആ സ്ക്വയറിന്റെ സർഫസ് ഏരിയ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റിൽ തന്നെ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ എന്നുള്ള ഫോർമാറ്റിൽ അപ്പോൾ യുവും വിയും നമ്മൾ ക്വസ്റ്റിനിൽ നിന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ യുവും വിയും കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്താണ് ആവശ്യമുള്ള റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡോ വി ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ യുവിനും വിനെയും ഡി എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും യു, അതേപോലെ ഡി വൈയുടെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും വി. അപ്പോൾ യുവും വിയും കണ്ടുപിടിച്ചിട്ട് ഡോ യു ബൈ ഡോ വൈയും ഡോ വി ബൈ ഡോ എക്സും കണ്ടുപിടിക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓരോ ലൈനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മളന്ന് നോക്കുക, ഒരു സ്ക്വയറിൻ്റെതാണ്. അത് കുറച്ച് എളുപ്പമാണ്, അതുകൊണ്ട് ആദ്യം എടുത്തത് ഒരു ഐഡിയ കിട്ടും ഫസ്റ്റ്. അപ്പോൾ അതായത് ഈ 2.4.4 വെരിഫൈ ഗ്രീൻസ് തിയറം ഇൻ ദി പ്ലെയിൻ ഫോർ ദ ഇന്റഗ്രൽ ഓഫ് 3x² - 8y into dx plus 4y into 6x into dy is boundary region defined by the region. അപ്പോൾ ഇതിൽ നോക്കി ഇന്റഗ്രൽ ഓഫ് സി. അപ്പം നമ്മൾ താഴെ ഗ്രീൻസ് തിയറം കണ്ട ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇന്റഗ്രൽ ഓഫ് യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ ബൈ ഡോ. അപ്പോൾ ഇതിൽ ഇത് ഈ ഇന്റഗ്രൽ ഓഫ് സിയും ആദ്യത്തെ ഇക്വേഷനും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഇക്വേഷനും കമ്പയർ ചെയ്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യുവും കിട്ടും, വിയും കിട്ടും. എന്താണ് യു കിട്ടിയത്? 3x² - 8y² ആണ് യു എന്ന് കിട്ടുന്നത്, അല്ലേ? അതേപോലെ വി എന്ന് പറഞ്ഞാൽ എന്താണ്? 4y - 6xy. ഇതാണ് വി എന്ന് കിട്ടുന്നത്. അപ്പോൾ യുവും വിയും ആദ്യം എടുത്തതിന് ശേഷം ഡോ വി ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈ എഴുതുക. ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വി എവിടെയാണ്? 4y - 6xy. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലോട്ട് പോകുമ്പോൾ കണ്ട ഇന്റഗ്രൽ ഓഫ് സി വീണ്ടും എടുത്ത് ഇന്റഗ്രൽ ഓഫ് സി 3x² - 8y² into dx plus 4y - 6xy into dy. അല്ലെ, യുവിന്റെ വാല്യൂ വിയുടെ വാല്യൂ എടുത്ത് എഴുതി. അടുത്ത യുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്താണ് വേണ്ടത്? ഇന്റഗ്രൽ ഓഫ് ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈ. ഇത് റെക്റ്റാങ്കിൾ അല്ലേ നമ്മൾ പഠിക്കുന്നത്? ഓക്കെ, ഈ റെക്റ്റാങ്കിൾ അല്ലേ നമ്മൾ എന്ത് പഠിച്ചത്? ഇതാണ് എളുപ്പം, ഇതാദ്യം പറഞ്ഞുതരാം. ഓക്കെ, വെരിഫൈ ഗ്രീൻസ് തിയറം ഫോർ ഇന്റഗ്രൽ ഓഫ് x² dx plus xy dy. ശരിയേ? അപ്പോൾ dxന്റെ എന്താണ്? x². അപ്പോൾ യു x², വി xy ആണ്. x=0, y=0, x=a, y=a. ഓക്കെ, അപ്പോൾ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻസ് തിയറം. ഇന്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഇസിക്കൽ ഡബിൾ ഇന്റഗ്രൽ ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ വി ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. അപ്പോൾ ഇതിൽ യു വാല്യൂ എന്താണ്? x². വി വാല്യൂ എന്താണ്? ആസ് പെർ ദ ക്വസ്റ്റ്യൻ xy ആണ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്നാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ ഇതിനെ ഡോ വി ബൈ ഡോ എക്സ്, വിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിന് ചെയ്യുക. അപ്പോൾ എക്സ് വൈയുടെ ഡിഫറൻഷിയേഷൻ എന്താണ്? y കോൺസ്റ്റന്റ്, എക്സിന്റെ 1. ഇതേപോലെ ഡോ യു ബൈ ഡോ വൈ ആണ് വേണ്ടത്. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ ബൈ x²ന്റെ വാല്യൂ ഇല്ലേ, ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 0. അപ്പോൾ ഇത് രണ്ടും കിട്ടി. അപ്പോൾ ഇത്രയും മനസ്സിലായ ആദ്യത്തെ സ്റ്റെപ്പ്? എല്ലാ ക്വസ്റ്റിനും ഗ്രീൻസ് തിയറത്തിന് ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ ലൈൻ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രലും ചെയ്യണം. അപ്പോൾ ലൈൻ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രലും ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് x=0, y=0, x=a, y=a എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റിനിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ബോർഡിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇപ്പം ഇതിൽ തന്നേക്കണെന്ന് വെച്ചാൽ ക്വസ്റ്റിൽ തന്നേക്കുന്നത് ഒരു സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഈ പാർട്ടിൽ ഇത് വൈ ആണ്, ഇത് എക്സ് ആണ്, അല്ലെ? എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അവർ ക്വസ്റ്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത് x=0, y=0, x=a,
എക്സ് ഈക്വൽ ടു എ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എ. ഇങ്ങനെ 4 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതെന്തായിരിക്കും? ഇത് എക്സ് ആക്സിസിൽ വൈ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും, വൈ ആക്സിസിൽ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഓക്കെ സർ. ഇനി അടുത്ത എന്താന്ന് വെച്ചാൽ അതിനുശേഷം എന്താണ് എക്സ് ഈക്വൽ ടു ഇവിടെ എന്താണ് വൈ ഈസ് ഈക്വൽ ടു 0 ആണോ, ഇവിടെ വൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും എ കിട്ടും, എക്സ് ഈക്വൽ ടു എ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഈ ക്വാഡ്രൻസ് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിന് നമുക്ക് ഞാൻ എന്ത് ഒ എ ബി സി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന, ആദ്യം എക്സ് ഈക്വൽ 0, എക്സ് ഈക്വൽ എ, വൈ ഈക്വൽ 0, വൈ ഈക്വൽ എ എന്ന് എഴുതി. അപ്പോൾ ഈ പോയിന്റിൽ എന്തായിരിക്കും, എക്സിന്റെ വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ 0, വൈയുടെ വാല്യൂ എന്താണ് 0. അടുത്ത ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്, എക്സിന്റെ വാല്യൂ എ, വൈയുടെ വാല്യൂ 0. ശരിയല്ലേ? ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ എന്താണ് എ, വൈയുടെ വാല്യൂ എന്താണ് 0 അല്ലേ? അടുത്ത ഈ പോയിന്റിൽ എന്തായാലും എക്സിന്റെ വാല്യൂ എ, റൈറ്റിൽ ലെഫ്റ്റിൽ നോക്കിയാൽ മതി. എക്സ് ഈക്വൽ ടു ഇവിടെ എ, വൈ ഈക്വൽ ടു ഇവിടെ എ. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ് 0, വൈയുടെ വാല്യൂ എന്താണ് എ. അപ്പം നമുക്ക് ക്വാഡ്രൻസ് കിട്ടിയ. അപ്പം നമ്മുടെ സ്റ്റെപ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതാണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പായിട്ട് അപ്പം ഇന്റഗ്രൽ ഓഫ് സി നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇന്റഗ്രൽ ഓഫ് സി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് ഒ എ പ്ലസ് ഇന്റഗ്രൽ ഓഫ് എ ബി പ്ലസ് ഇന്റഗ്രൽ ഓഫ് ബി സി പ്ലസ് ഇന്റഗ്രൽ ഓഫ് സി. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ ഓഫ് ഒ എ, അപ്പോൾ അതിന് മുമ്പ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, ഡബിൾ ഇന്റഗ്രൽ ഓഫ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി യു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് യുവും വിയും ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇത്രയും പാർട്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ കണ്ടുപിടിക്കാനുള്ള ഈ പാർട്ട്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കണ്ടുപിടിക്കും. യു എന്താണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയത്, എക്സ് സ്ക്വയർ. വി എന്താണ് തന്നിരിക്കുന്നത്, എക്സ് വൈ. അപ്പോൾ ഇതിന്റെ ഇപ്പൊ നമുക്ക് ഇതിൽ എന്താണ് വേണ്ടത്, ഇന്റഗ്രൽ ഓഫ് ഒരു ക്വസ്റ്റ്യൻ തന്നെ 0 to a എന്നുകൊണ്ട് ഇന്റഗ്രേഷൻ 0 to a. ഓക്കെ, ഡോ വി ബൈ ഡോ എക്സ്. ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡോ വി ബൈ ഡോ എക്സിന്റെ വാല്യൂ എന്താണ്, വൈ ആണ് കിട്ടുന്നത്. വൈ മൈനസ് ഡോ യു ബൈ ഡോ എക്സ് എന്താവും, ഡോ യു ബൈ ഡോ വൈ എന്താവും, 0 ആവും. 0 ആകുമ്പോൾ എന്താണ് 0. അപ്പം നമുക്ക് വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും ആൻസർ. ഇനി നമ്മൾ ഇതിന് വിത്ത് റെസ്പെക്ട് എക്സിനും വൈയും ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് 0 to a വൈൻ്റെ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ വൈ കോൺസ്റ്റന്റ്, എക്സിനെ അതേപോലെ എഴുതി 0 to a, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡി വൈ. ഇനി വീണ്ടും ഇതിനെ അപ്പോൾ ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എ ഇന്റഗ്രൽ ഓഫ് 0 to a, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് വരെ എ കൊടുക്കും. അപ്പോൾ എ വൈ ഡി വൈ എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ അതിന് ചെയ്യുമ്പോൾ എ കോൺസ്റ്റന്റ് വെളിയെടുക്കുക. ഇന്റഗ്രൽ ഓഫ് വൈയുടെ ഇന്റഗ്രൽ എന്താണ്, വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0 to a. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എ ഇൻറ്റു വൈ സ്ക്വയറിന്റെ അപ്പർ ലിമിറ്റ് എന്താണ്, എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ക്യൂ ബൈ 3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ ആൻസർ റൈറ്റ് ഹാൻഡ് സൈഡ് RHS LHS ഈക്വൽ ടു RHS എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ RHS നമുക്ക് കിട്ടി. RHS എന്താണ് കിട്ടി, ഇതാണ് നമുക്ക് RHS എ ക്യൂ ബൈ 2. അപ്പോൾ നമുക്ക് ഇപ്പൊ സർഫസ് ഇന്റഗ്രലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒ എ ബി ബി സി സി ഒ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടണം, എ ക്യൂ ബൈ 2 കിട്ടണം. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായ? ഇത്രയും മനസ്സിലായ മീനാക്ഷി? ഓ സർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അടുത്തലോട്ട് പോട്ടാ. ഓ സർ. വൈറ്റ് ബോർഡ് വേണോ ബ്ലാക്ക് ബോർഡ് വേണോ? ഓ സർ.
ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ക്വയറിന്റെ 4 സൈഡ്, അപ്പൊ നമ്മുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ക്വയർ. ഒ എ ബി സി. അപ്പൊ ഇതിൽ ഈ പോയിന്റ് എന്താണ് 0,0, ഇതിലെന്താണ് എക്സ് ആക്സിസിൽ എ, വൈ ആക്സിസിൽ 0. അപ്പൊ ഇവിടെ y = a ആണ്, ഇവിടെ x = 0, y = 0, ഇവിടെ x = 0, അടുത്ത x = ഇവിടെ എന്താണ് ഇവിടെ y = a, ഇവിടെ x = a. അപ്പൊ ഇവിടെ എന്താണ് a, a എന്ന് കിട്ടും, അടുത്ത ഇവിടെ 0,a എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്റഗ്രൽ ഓഫ് o പ്ലസ് ഇന്റഗ്രൽ ഓഫ് എ ബി പ്ലസ് ഇന്റഗ്രൽ ഓഫ് ബി സി പ്ലസ് ഇന്റഗ്രൽ ഓഫ് സി. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഒ എ എടുക്കാം. അപ്പൊ ഒ എയിലെ എക്സിന്റെ വാല്യൂ എന്താണ്? ഒ എ, അതായത് ഈ ലൈൻ. എക്സിന്റെ വാല്യൂ എന്താണ്, സോറി വൈയുടെ വാല്യൂ എന്താണ്? 0. അപ്പൊ ഡി വൈ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ ഓഫ് സി ജനറൽ ഇക്വേഷൻ ഏത്? ഇവിടെ ഇന്റഗ്രൽ ഓഫ് സി എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് വൈ ഡി. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഈ കണ്ടീഷൻ ഞാൻ ഈ ജനറൽ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? y0, അപ്പൊ ഈ ടേം 0 ആവും, ഈ ടേം 0 ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x² dx എന്ന് കിട്ടും ആൻസർ. അപ്പം x² dx. ഓക്കെ, ഇനി നമ്മ ഇങ്ങനെ ഇന്റഗ്രൽ എത്രയാണ് നോക്കുക. ഇതിൽ എക്സ് ആക്സിസ് ഈ ലൈനാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ലൈനിൽ എക്സിന്റെ വാല്യൂ എന്താണ്? സ്റ്റാർട്ടിങ്ങിൽ 0 ആണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ലോവർ ലിമിറ്റ് 0 അല്ല, എൻഡിങ്ങിൽ എത്രയാണ്? a ആണ്. അപ്പോൾ 0 to a x² dx. അപ്പോൾ എന്ത് കിട്ടും? x³ 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പർ ലിമിറ്റ് 0 to a കൊടുക്കുന്നു, അതായത് a³ 3 എന്ന് കിട്ടും ആൻസർ. ക്ലിയർ ആണോ? മനസ്സിലായോ മീനാക്ഷി? അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുക, എ ബി എന്നുള്ള ഇതിൽ നമ്മൾ എന്താണ് ഇതാണ് നമ്മുടെ ലൈൻ അല്ലേ, ഈ ലൈൻ. അപ്പോൾ ഇതിൽ x = എന്താണ്? a ആണ്. അപ്പം x = a കൊടുക്കുമ്പോൾ dx = 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജനറൽ ഇക്വേഷൻ പിന്നെ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ജനറൽ ഇക്വേഷനിൽ നമ്മൾ ഈ കണ്ടീഷൻ കൊടുക്കുന്നു. dx 0 ആകുമ്പോൾ ഇത് 0 ആവും, എക്സിന് a കൊടുക്കുമ്പോൾ ഇവിടെ a കിട്ടും. അപ്പോൾ നമ്മൾ ഇന്റഗ്രൽ ഓഫ് എക്സ് വൈന് വരെ ay dy എന്ന് എഴുതുന്നു. ഇനി നമ്മുടെ dy ആണല്ലോ, അപ്പോൾ y വേരീസ് ഫ്രം, ഇതിൽ yയുടെ വാല്യൂ എത്ര? 0 to a ആണ് അല്ലേ. yയുടെ വാല്യൂ ഇവിടെ ഈ ക്വാഡ്രന്റിൽ 0 to a ആണ്. അപ്പോൾ ഞാൻ അതായത് 0 to a കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ a കോൺസ്റ്റന്റ്, yന്റെ y² / 2, 0 to a. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? yക്ക് a² 2, അതായത് a³ 2 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് രണ്ടാമത്തെ ആൻസർ. അടുത്ത മൂന്നാമത്തെ റീജിയൻ എടുക്കുക. മൂന്നാമത്തെ റീജിയൻ ഏതാണ്? ബി ടു എ ആണ്, ബി ടു സി, ബി സി ആണ്. അപ്പോൾ ബി സിയിലെ നമ്മുടെ എന്തിനാണ്? ബി സിയിൽ എന്തിനാണ് നമുക്ക് കിട്ടുന്നത്? ബി സിയിൽ y = a ആണ്, dy എന്താവും? 0 ആവും. കാര്യം എന്താണ്? കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് എന്താണ് കിട്ടുന്നത്? ഇതിൽ yക്ക് a കൊടുക്കും, dy 0 കൊടുക്കുമ്പോൾ ഈ അവസാനത്തെ ടേം ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്ത് കിട്ടും? അവസാനത്തെ ടേം 0 ആകുമ്പോൾ നമുക്ക് x² dx എന്ന് കിട്ടും, x² dx എന്ന് കിട്ടും, x² dx. അപ്പോൾ ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് dx ആണ്. അപ്പോൾ എക്സ് വേരീസ് ഫ്രം, അതായത് ബി സി എന്നുള്ള ലൈനിൽ എക്സിന്റെ വാല്യൂ ഇവിടെ a തൊട്ട് 0 വരെ വേരി ആവുന്നു അല്ലേ. അപ്പോൾ നമുക്ക് a to 0 എന്ന് കൊടുക്കാം. അപ്പോൾ എന്താണ്? x² എന്താണ്? ഇന്റഗ്രൽ ഓഫ് x² എന്താണ്? x³ 3 a to 0, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ അപ്പർ ലിമിറ്റ് 0 മൈനസ് ലോവർ ലിമിറ്റ് a³ 3. ആൻസർ എന്താണ്? -a³ 3 എന്ന് കിട്ടും. അത് മൂന്നാമത്തെ ആൻസർ. ഇനി നാലാമത്തെ ആൻസർ ഈ പാർട്ട് മാത്രം മനസ്സിലായോ? ഇത്രയും സ്റ്റെപ്സ് മനസ്സിലായോ? അല്ലാണ്ട് ഒരു പേജിലാക്കാനാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഇതിൻ്റെ ലാസ്റ്റ് ടേം. ലാസ്റ്റ് ഏതാണ്? CO, അതായത് CO ഇതാണ് അടുത്ത ലാസ്റ്റ്. അപ്പോൾ OA അടുത്ത CO എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് നമുക്ക് COയിലെ കണ്ടീഷൻ എന്താണ്? x ഈക്വൽ ടു 0, dx ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നോക്കി നമ്മുടെ ഇക്വേഷൻ എക്സിന് 0 കൊടുക്കുന്നു, ഡി എക്സിന് 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുക്കുമ്പോൾ ഡി എക്സ് 0 ആയി പോകും. ഇവിടെ എക്സിന് 0, രണ്ടാമത്തെ എക്സിന് 0 കൊടുക്കുമ്പോൾ 0, അപ്പോൾ മൊത്തത്തിൽ 0 ആയിട്ട് മാറും. അവസാനത്തെ ഇൻ്റഗ്രലോ ഏതാണ്? C2O അതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 0 ആയിട്ട് മാറും. ആൻസർ 0. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ കൂട്ടി നോക്കാം. ആദ്യത്തെ എൻ്റെ ആൻസർ എന്താണ്? a³/2. രണ്ടാമത്തെ ആൻസർ എന്താണ്? a³/2. സോറി, a³/3. രണ്ടാമത്തെ a³/2. മൂന്നാമത്തെ -a³/3. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്താണ്? a³/3യും ഈ പ്ലസ് a³ മൈനസ് a³/3 ക്യാൻസൽ. അപ്പോൾ ആൻസർ എന്താ കിട്ടി? a³/2. ഇതാണല്ലോ നമുക്ക് ആദ്യം കിട്ടിയ ആൻസർ, RHS a³/2. സോ അപ്പം പ്രൂഫായി. ഓക്കെ, ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ a³/2 ആണ്. RHS നമ്മൾ ചെയ്തില്ലേ? ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എന്ന് പറഞ്ഞ് ചെയ്തില്ലേ? ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ∂v/∂x ചെയ്തില്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ a³/2. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതേപോലത്തെ പ്രോബ്ലം ആയിരിക്കും അവർ ചോദിക്കുന്നത്, ഗ്രീൻ സീറോ. അപ്പം ഞാൻ അതിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഈ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ PDF ആയി. ഞാൻ നോട്ട് ഇന്നലെ അയച്ചെന്നായിരുന്നല്ലോ അല്ലേ? സാർ. PDF എടുക്കാം. PDF എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ നോക്കിയത് ഈ ക്വസ്റ്റ്യൻ ആണ്. Verify green theorem in the plane x square dx plus xy dy where c is in the xy x equal 0 y is equal 0 x equal y is equal a. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. കാണാമല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ ആദ്യം ചെയ്ത ഇൻ്റഗ്രൽ ഓഫ് UDX പ്ലസ് VDY, ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് UDV/∂u/∂x മൈനസ് ∂u/∂y. അപ്പോൾ നമുക്ക് u = x², v = xy, ∂u/∂x. അപ്പോൾ നമ്മൾ കണ്ട ആദ്യത്തെ ഈ ഏറ്റവും താഴെ നോക്കിയാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏറ്റവും താഴെ കണ്ടായിരുന്ന ആദ്യം ∂u/∂x ∂u/∂y ചെയ്ത്. അപ്പോൾ അത് y dx dy കിട്ടി. 0 to a 0 to a y dx ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? a³/2 എന്ന് കിട്ടി ആൻസർ. ഓക്കെ, സിമിലർലി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 0 to a, a to b, b to c, c to a, c to o. അപ്പോൾ ഓരോന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആദ്യം OA എടുക്കുമ്പോൾ y = 0 dy 0 കണ്ട ആ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ x² dx. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a³/2 കിട്ടും. സെക്കൻഡ് x = a ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്? dx 0 ആവും. അപ്പോൾ നമുക്ക് അതായത് ആ ജനറൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ആൻസർ കിട്ടും. മനസ്സിലായല്ലോ അല്ലേ? മൂന്നാമത് y = a, dx = 0.
അത് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ആൻസർ എ ക്യൂ ബൈ മൈനസ് എ ക്യൂ ബൈ 2. നാലാമത്തെ 0 ആയതുകൊണ്ട് മൊത്തം 0 ആയി പോകും. ഫൈനലി എ ക്യൂ ബൈ 2 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആണ് ഗ്രീൻസ് തിയറം? ഓക്കെ, അപ്പം അതേപോലത്തെ വേറൊരു മോഡൽ ഞാൻ കാണിച്ചുതരാം, ട്രയാങ്കിൾ പറഞ്ഞത്. Okay, the verify Green's theorem in the xy plane for 3x minus 8y square into dx plus 4y. അപ്പോൾ ഇതിലെ u ഏതാണ് v ഏതാണെന്ന് പറയാൻ പറ്റുമോ? ആദ്യത്തേതിൽ C is a boundary condition, verify Green's theorem where C is a boundary of the region. അപ്പോൾ x equal to 0, y is equal to 0, x plus given that x equal to 0, y is equal to 0, x plus y is equal to 1. ഇങ്ങനെ given തരാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും x is equal to 0, y is equal to 0, x plus y is equal to 1 എന്ന് പറഞ്ഞാൽ എന്തൊരു കർവാണ്? മറ്റേ ഇതാണ്. കുറച്ച് ഇതിനാണ് ഞാൻ കുറച്ചുകൂടെ ഇതായിട്ട്. ഓക്കെ, ഇതിൽ നോക്കി x ഈക്വൽ ടു x dx x ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് u എന്ന് പറഞ്ഞാൽ ഇതാണ്, v എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? u എന്ന് പറഞ്ഞാൽ ഇതാണ്, v എന്ന് പറഞ്ഞാൽ ഇതാണ്. x ഈക്വൽ 0, y ഈക്വൽ 0, x പ്ലസ് y ഈക്വൽ 1. അപ്പോൾ x dx പ്ലസ് y dy എന്നാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ യുടെ വാല്യൂ എന്താണ്? ഇത്. പിന്നെ ഇത് x ഈക്വൽ 0, y ഈക്വൽ 0, x പ്ലസ് y ഈക്വൽ 1. അപ്പോൾ ആ കർവ് വരയ്ക്കാൻ അറിയണം. അപ്പോൾ ആ കർവ് എങ്ങനെ വരയ്ക്കും എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, എക്സ് ഈക്വൽ ടു ഇങ്ങനെ ഒരു കർവ് ഇരിക്കുകയാണ് അല്ലേ? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇവിടെ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 0 ആവും, ഇവിടെ വൈ ഈസ് ഈക്വൽ ടു 0 ആവും. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ 1 ആകുമ്പോൾ ഇതാണ് കർവ്, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സിന് 0, വൈക്ക് എന്തായിരിക്കും? എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിട്ട് മാറും. അല്ല ഇവിടെ എന്താ എടുക്കും? വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട്? വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറും. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറും. അടുത്ത ഇവിടെ എഴുതുമ്പോൾ 0,0 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ റീജിയൻ എടുക്കുന്നു പറഞ്ഞാൽ ഇത് O എന്ന് എടുക്കാം, ഇത് ഈ പോയിന്റ് എ എന്ന് എടുക്കാം, ഈ പോയിന്റ് ബി എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രൽ എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് OA പ്ലസ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് AB പ്ലസ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് BO. ഇത് മൂന്നുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് OAക്ക് വരും ഈ OAയുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കർവ് വരച്ച് നോക്കാം. ഇത് മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഈ കർവ് വരയ്ക്കുന്ന മെത്തേഡ് മനസ്സിലായോ? PDF. അപ്പോൾ ഇങ്ങനെയാണ് ഓക്കെ. അപ്പോൾ ഇതിൽ നോക്കുക, ഇൻ്റഗ്രൽ UDX പ്ലസ് VDYയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന 3x മൈനസ് 8y സ്ക്വയർ പ്ലസ് ഇൻറ്റു dx 4y മൈനസ് 6. അപ്പോൾ u എന്താണ്, v എന്താണ് അവിടെ എഴുതിയിട്ടുണ്ടോ? u = 3x മൈനസ് 8y സ്ക്വയർ, dxൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് ഡിവൈയുടെ കോഎഫിഷ്യൻ്റ് 4y മൈനസ് 6xy. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് വേണ്ട എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ. അപ്പോൾ അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡോ യു ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3x 0 ആണ്, 8y സ്ക്വയറിന് -8y സ്ക്വയർ ആണ്, y സ്ക്വയറിൻ്റെ 2y ആണ്, അപ്പോൾ -16y എന്ന് കിട്ടും. അല്ല ഡോ വി ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ 4y 0, അപ്പോൾ -6y എന്ന് കിട്ടും, എക്സിൻ്റെ 1 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കിട്ടി. ഇനി ഞാൻ അടുത്ത് എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്തത് നോക്കാം. ഓക്കെ, ആദ്യം OA എടുത്ത്, അപ്പോൾ ഈ കർവിൽ OA നോക്കിയാൽ OA എടുക്കുമ്പോൾ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് y = 0 എന്നാണ്. അപ്പം നമുക്ക് ആ ജനറൽ ഇക്വേഷൻ കണ്ട y 3x മൈനസ് 8y സ്ക്വയർ dx പ്ലസ് 4y മൈനസ് 6x. അപ്പോൾ വൈക്ക് 0 കൂടുമ്പോൾ dy 0, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഈ പാർട്ട് 0 ആയി പോകും. ഈ പാർട്ട് 0 ആയി പോകും. ദെൻ 3x മൈനസ് 8y സ്ക്വയർ അല്ലേ? 3x മൈനസ് 8y സ്ക്വയറിൽ ഈ വൈയും 0 ആയി പോകും. അപ്പോൾ നമുക്ക് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് 3x dx എന്ന് കിട്ടും. അപ്പോൾ അതിൽ 3x dx ഇടുമ്പോൾ dx ആണ്,
അപ്പോൾ എക്സ് വേരീസ് ഫ്രം, അപ്പോൾ നമ്മൾ ആ ചാർട്ട് നോക്കിയിട്ട് എക്സിൻ്റെ വാല്യൂ നോക്കണം. എക്സിൻ്റെ വാല്യൂ നോക്കി O to Aയിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഞാൻ ഇപ്പം മറ്റേ ഇതിൽ കാണിച്ചിരുന്ന എക്സിൻ്റെ വാല്യൂ അതാ ഈ OA എന്നുള്ള കർവിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 to A. എക്സിൻ്റെ വാല്യൂ 0 to ഇത് A അല്ലേ? അപ്പോൾ 0 to A, ഇവിടെ ഒരു A അല്ലേ? വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് ഇത് മാറിപ്പോയി. വൈക്ക് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു? ഈ ഇക്വേഷനിൽ വൈയുടെ വാല്യൂ 0 കൊടുക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആയിട്ട് മാറും. 1,0. അപ്പം എക്സിൻ്റെ വാല്യൂ 0 to 1 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻറ്റഗ്രേഷൻ 0 to 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഓക്കെ സർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാ ഇതിൽ 0 to 1 കൊടുക്കുന്നു. ഇതാ ഇതിൽ 0 to 1 കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, നമുക്ക് 3/2 കിട്ടും. അടുത്ത രണ്ടാമത്തെ നോക്കിയാൽ രണ്ടാമത്തെ കർവിൻ്റെ പേര് x + y = 1 ആണ് അല്ലേ? ഈ കർവ് കണ്ടോ? x + y = 1 ആണ് അതിൻ്റെ കർവിൻ്റെ പേര്. അപ്പോൾ കർവിൻ്റെ പേര് x + y = 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, x + y = 1 ആകുമ്പോൾ നമ്മൾ ഇന്റഗ്രൽ ഓഫ് AB 3x² അതിൻ്റെ ഇക്വേഷനിൽ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 4 - എക്സിൻ്റെ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അല്ല എവിടെയൊക്കെ y ഉണ്ടോ അവിടെ x + y = 1 അല്ലേ ഫോർമുല. അപ്പോൾ x = 1 - അല്ലേ y = 1 - x അല്ലേ ഫോർമുല. അല്ലെ ഒന്നുകിൽ x = 1 - y എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ y = 1 - x എന്ന് കൊടുക്കുക. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുകിൽ x + y = 1 ആണ് അല്ലേ? അപ്പോൾ ഒന്നുകിൽ x ഉള്ള സ്ഥാനത്ത് 1 - y എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ y ഉള്ള സ്ഥാനത്ത് 1 - x എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവർ ഏതാണ് കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതാ കണ്ട അവർ 8y സ്ഥാനത്ത് എന്ത് കൊടുത്തു? 1 - x എന്ന് കൊടുത്തു. അതേപോലെ ഇവിടെ ഒരു 4y എന്നുള്ള സ്ഥാനത്ത് അവർ 1 - x കൊടുത്തു. അതേപോലെ y സ്ഥാനത്ത് ഇവിടെയും ഒരു 1 - x കൊടുത്തു. അതേപോലെ അതേപോലെ x + y = 1 അല്ലേ? അപ്പോൾ അതിനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ 1 + x = y അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ dy ആക്കുമ്പോൾ ഇത് ഈ ഇക്വേഷനിൽ ഇത് dy = 1ന്റെ 0 - dx എന്നിട്ട്, അപ്പോൾ dy ഉള്ള സ്ഥാനത്ത് -dx എന്ന് കൊടുക്കും. ഓക്കെ, അതാണ് അവർ dy = -dx എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ മൊത്തം എന്തായിട്ട്? dx ആയിട്ട് മാറി മൊത്തത്തിൽ. അല്ല 3x ഇൻറ്റു പിന്നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക -8 +8² ഇൻറ്റു dx, അങ്ങനെ മൊത്തം അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ എല്ലാം അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു dx എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ ഇത് വരുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. -14x² + 29x + 12 എന്ന് കിട്ടും. അതിന് ഇൻറ്റഗ്രേറ്റ് 1 to 0. 1 to 0 എങ്ങനെ കിട്ടി? അപ്പർ ലിമിറ്റ് ഇതാ ഈ ഇക്വേഷനിൽ ഇതാ ഇതും അതായത് മറ്റേ ഈ കർവ് നമ്മൾ വരച്ചില്ലേ നേരത്തെ, ഈ കർവിൽ ഇത് 0 0, ഇത് 1 0, ഇത് 1 0 0 1 ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ വൈയുടെ വാല്യൂ 1 to 0, എക്സിൻ്റെ വാല്യൂ 1 to 0, dx അല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 to 0 എന്ന് പറഞ്ഞ് ഇൻ്റഗ്രേഷനിൽ നമ്മൾ വാല്യൂ കൊടുക്കുക. അതാണ് ഇവിടെ 1 to 0 കൊടുത്തത്. എന്നിട്ട് താഴോട്ട് എക്സിൻ്റെ നോക്കുമ്പോൾ നമുക്ക് ആ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആൻസർ. അടുത്ത ലാസ്റ്റ് x = 0 BO എന്നുള്ള കർവ്. ഏതാണ് BO എന്നുള്ള കർവ്? ഇത് ഇതാണ് OAB ആണ്. അപ്പോൾ ഈ BO എന്നുള്ള കർവ്, ഈ കർവിൽ ഇൻ്റഗ്രൽ ഏതാണെന്ന് പറഞ്ഞാൽ അതും കൂടെ എഴുതണം. അപ്പം ഇത് ഈ BO എന്നുള്ള കർവ് എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ്. അപ്പോൾ x = 0 എന്നുള്ള കർവ് dx 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം എഴുതുമ്പോൾ ഇതാ കണ്ട x = 0, അപ്പോൾ dx 0. അപ്പോൾ ഈ ജനറൽ ഇക്വേഷനിൽ ഇതാ ഈ വാല്യൂ 0 ആയി പോകും. പിന്നെ ഇതിൽ ഈ 6xy 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 4y dy ആണ്. പിന്നെ അപ്പർ ലിമിറ്റ് 4y dy ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്തിനാണ്? ഇവിടെ y വാല്യൂ വേരീസ് ഫ്രം 1 to 0 ആണ്. അപ്പോൾ 1 to 0 നമ്മൾ ഇൻ്റഗ്രേഷനിൽ കൊടുക്കുന്നു. കണ്ടോ, 1 to 0 കൊടുക്കുന്നു. അതിന് നമ്മൾ ആൻസർ കണ്ട -2 എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5/3 എന്ന് കിട്ടും. കണ്ടായിരുന്നു? അതേപോലെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോഴും നമുക്ക് കണ്ട dv/dx ചെയ്യുമ്പോഴും നമ്മുടെ ആൻസർ എന്ത് കിട്ടും? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇപ്പോഴാണ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/3. അപ്പോൾ 1 ഉം 2 ഈക്വൽ ആയതുകൊണ്ട് വെരിഫൈ ഗ്രീൻ സീറോ വെരിഫൈ ചെയ്തു. അതേപോലെ തന്നെയാണ് എല്ലാ പ്രോബ്ലം ചെയ്യാനുള്ളത്. അപ്പോൾ വെരിഫൈ ഗ്രീൻ സീറോ ഇൻ xy പ്ലെയിൻ കണ്ട xy + y² ഇൻറ്റു x². അപ്പോൾ യുടെ വാല്യൂ എത്രയാണ് ഇതിൽ? യുവിൻ്റെ വാല്യൂ UDX + VDY അല്ലേ?
കിടക്കുന്നുണ്ട് ഗ്രീൻ സീറോ ഇൻ എക്സ് വൈ പ്ലെയിൻ ഇന്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ യുവിന്റെ വാല്യൂ എത്രയാണ്? കേൾക്കുന്നുണ്ടോ? യുവിന്റെ വാല്യൂ എത്രയാണ്? എത്രയാണ്? ഇതിൽ നോക്കിയേ, യു ഡി എക്സ് പ്ലസ് വി ഡി വൈ, ഇതല്ലേ ഫോമല്ല ജനറൽ ഇക്വേഷൻ, അതല്ലേ ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് യു. അപ്പൊ എന്താണ് യു? എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ, ശരിയല്ലേ? അപ്പം വിയുടെ എത്ര വാല്യൂ ആണ്? വി എത്രയാണ്? അത്രേ ഉള്ളൂ, എക്സ് സ്ക്വയർ ഡി വൈ. അതിൽ എക്സ് സ്ക്വയർ ആണ് വിയുടെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ആദ്യം എടുത്ത് ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും കണ്ടുപിടിച്ചു. അതാണ് ആദ്യം ചെയ്ത് നോക്കണേ. ഇനി y ഈക്വൽ ടു എക്സ്, y ഈക്വൽ എക്സ് സ്ക്വയർ ആണ് കർവ്, കണ്ട? y ഈക്വൽ, അപ്പൊ ഈ കർവ് നമ്മൾ കാണാൻ പഠിക്കണം. y ഈക്വൽ ടു എക്സും y ഈക്വൽ എക്സ് സ്ക്വയർ. അപ്പം ആ കർവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റഗ്രേഷന്റെ വാല്യൂ കിട്ടത്തുള്ളൂ. ഇത് അതായത് പാരബോളയുടെ കർവാണ്. y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു എക്സ് സ്ക്വയറും. അതായത് ഇതാണ് നമ്മുടെ കർവ് കാണിച്ചത്. y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈക്വൽ ടു എക്സും. അതായത് ഇങ്ങനെ വരികയാണെങ്കിൽ യു കർവിനെയാണ് നമ്മൾ y ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ y ഈക്വൽ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ വഴി ഇങ്ങനെ പോകും. ഇതിനാണ് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് വരാം പിന്നെ. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ട, അപ്പോൾ ഇത് ഇൻറ്റഗ്രൽ ഓഫ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡി എക്സ് വൈ ഈക്വൽ എക്സ് സ്ക്വയർ ഡി വൈ ഈക്വൽ. അപ്പോൾ ഒ എ എന്നുള്ള കർവ് ഏതാണ്? ഇത് തൊട്ട് ഇതുവരെ ഒ എ ടു ഒ, രണ്ട് കർവാണ് ഉള്ളത്. അതായത് ഇങ്ങനെ, ഇത് ഒ ആണ്, ഇത് എ ആണ്. ഇത് ഒ ടു എ ടു ഒ. അപ്പോൾ ഇവിടെ എന്താണ്? 0,0 ഒറിജിൻ. അടുത്ത ഇവിടെ എന്താണ്? ഈ പോയിന്റിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ സാധാരണ y ഈക്വൽ ടു എ എക്സ് സ്ക്വയർ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ എന്താണ്? 1 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1, y ഈക്വൽ 1 ആകുമ്പോൾ ഇവിടെ 1,1. ജനറൽ ഇക്വേഷൻ y ഈക്വൽ എ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ 1 ആയതുകൊണ്ട് എക്സ് 1 ആയതുകൊണ്ട് y ഈക്വൽ എക്സ് എന്നുള്ള കർവ് ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പോൾ 1,1 എന്ന് വരും. അപ്പോൾ ആദ്യത്തെ ഇൻറ്റഗ്രേഷൻ എന്താണ്? ഒ ടു എ ദെൻ എ ടു ഒ. രണ്ട് ഇൻറ്റഗ്രേഷനാണ് ലൈൻ ഇൻറ്റഗ്രൽ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ കണ്ടോ, അപ്പോൾ ഒ എ ചെയ്യുന്നുണ്ട്. ഒ എന്ന് പറഞ്ഞാൽ നമ്മുടെ y ഈക്വൽ എക്സ് സ്ക്വയർ. അപ്പോൾ y എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ y ഈക്വൽ എക്സ് സ്ക്വയർ ആണ്. ഡി വൈ ഈക്വൽ 2x dx, ഇതിൻ്റെ ഡിഫറൻഷിയേഷൻ. ഓക്കെ, ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ജനറൽ ഇക്വേഷനിൽ y ഉള്ള സ്ഥാനത്തിൽ എക്സ് സ്ക്വയർ കൊടുക്കുക, ഡി വൈ ഉള്ള സ്ഥാനത്തെല്ലാം 2x dx കൊടുക്കുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. മുകളിലത്തെ നോക്കിയേ, നമ്മുടെ ജനറൽ ഇക്വേഷനിൽ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? താഴത്തെ 0 to 1 അത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 19/20 എന്ന് കിട്ടും. മനസ്സിലായ? അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യുമ്പോൾ 1/20 എന്ന് കിട്ടും. അതായത് നോക്കി അല്ലെങ്കിൽ എയോ തിരിച്ച് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അത് y ഈക്വൽ എക്സ് എന്നുള്ള കർവാണ്. ഡി വൈ ഈക്വൽ ഡി എക്സ് എന്ന് കൊടുക്കുക. ചെയ്യുമ്പോൾ 1 to 0 കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഡോ യു ബൈ ഡോ എക്സ് റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിൽ ഇന്റഗ്രേഷൻ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഡി എക്സ് ഡി വൈ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ട് നമ്മൾ പഠിച്ചില്ലായിരുന്നു അന്നൊരിക്കൽ. ഇതാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്ട്രിപ്പ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ സ്ട്രിപ്പ് വയ്ക്കുന്നു. അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് ആർ ഡി എക്സ് ഡി വൈ എന്നാണ് നമ്മൾക്ക് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ ഈ ഡി എക്സിൻ്റെ എക്സ് വേരീസ് ഫ്രം ഈ പോയിന്റ് എന്നാണ് എക്സ് അല്ലേ? എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? ഈ കർവിൽ എക്സ് ഈസ് ഈക്വൽ ടു വൈയും എക്സ് ഈക്വൽ ടു വൈ, ഈ കർവിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ, വൈ ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? റൂട്ട് വൈ ആണ്. അപ്പം ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൈ ടു റൂട്ട് വൈ ആണ് ഫസ്റ്റത്തെ ആൻസർ.
രണ്ടാമത്തെ എന്താണ്, ഈ സ്ട്രിപ്പിനെ ഈ എൻഡ് വരെ കൊണ്ടുവരിക. അപ്പോൾ 1 to 0. ഇവിടെ ഈ എൻഡിൽ എക്സിൻ്റെ വാല്യൂ 0 ടു ഈ എൻഡിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ വൈയുടെ വാല്യൂ അപ്പോൾ 0 to 1. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ഇൻ്റഗ്രലോ y ടു റൂട്ട് y 0 to 1. പിന്നെ നമുക്ക് എന്താണോ അവിടെ ഡി വി ബൈ ഡി എക്സ് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, അത് ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇങ്ങനെയാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ കിട്ടുന്നത്. y ടു റൂട്ട് y 0 to 1 ആണ് കിട്ടിയത്. ഇനി നമ്മൾ ഡോ വി ബൈ ഡോ എക്സിൻ്റെ ആൻസറും ഡോ യു ബൈ ഡോ വൈയുടെ ആൻസറും കൂടെ ചെയ്യുമ്പോൾ ഡി എക്സ് ഡി വൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് നോക്കണേ. ഇത്രയാണ് നമ്മൾ ഇത് പഠിച്ചത്. അടുത്ത തിയറം കൂടെ എടുക്കണോ മതി എന്നത്തേക്ക്? എടുക്കാം സാർ. എടുക്കാമോ? ഓ അതിൽ പ്രാക്ടീസ് പ്രോബ്ലം ഞാൻ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. അടുത്ത രണ്ടാമതെന്ന് പറഞ്ഞാൽ ഗോസ് ഡൈവേർജൻസ് തിയറം. അല്ല, അതിന് സ്റ്റോക്സ് എടുത്തിട്ട് വേണമെങ്കിൽ എടുക്കാം. കുറച്ചുകൂടെ ടഫുള്ള പാർട്ട്. അടുത്ത ദിവസം എടുത്താലും മതി സാർ. മതിയോ? ഓ അപ്പൊ അതത്രയും ചെയ്ത് നോക്കാവോ? ഓ സാർ. ഓക്കെ ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ബോർഡിൽ വെച്ച് പഠിപ്പിക്കുന്നത്? ആ സാർ മനസ്സിലാവുന്നുണ്ട്, ചെയ്ത് നോക്കണം. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഇന്നത്തേക്ക് നിർത്താൻ പറ്റും. ഓ സാർ. ചെയ്ത് നോക്കാം. നമുക്ക് മാത്സിന് കുറച്ച് കൂടുതൽ സമയം വേണം എന്തായാലും. സാറ്റർഡേ സൺഡേ ഈ സാറ്റർഡേ എനിക്ക് പറ്റത്തില്ല. ഓ